ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ്.എൽ. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പാർലമെന്റിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉടൻ. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയബാധിത പഞ്ചാബിന് 1600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമ വിലക്കിനെ തുടർന്ന് നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ശക്തം. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40ഓളം മലയാളികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉടൻ നടക്കും. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 5 മണിയോടെയാണ് പൂർത്തിയായത്. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDA സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിച്ചത്. ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഘടനാ പരിഷ്കരണം ഭവന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന നിർമ്മാണ സാമഗ്രികളുടെ GST നിരക്കുകൾ കുറച്ചതോടെ പരിഷ്കാരം ജനങ്ങൾക്ക് ആശ്വാസമാകുകയാണ്. 28% GST ഈടാക്കിയിരുന്ന സിമന്റിന് ഇനി 18% നികുതി ചുമത്തും. മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ, മണൽ, ഇഷ്ടികകൾ തുടങ്ങിയവയുടെ നിരക്ക് 5% കുറച്ചു. മുള കൊണ്ടുള്ള തറയോട്, മരം കൊണ്ടുള്ള ജോയിനറി എന്നിവയ്ക്കും 5% GST ആണ് ഈടാക്കുക. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തി. ദുരിതബാധിതരുമായും ശ്രീ മോദി സംവദിച്ചു. പ്രളയബാധിത പഞ്ചാബിന് പ്രധാനമന്ത്രി 1600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാന ദുരിതാശ്വാസ നിധിയുടെയും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെയും 2ാം ഗഡു മുൻകൂറായി നൽകാനും തീരുമാനിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതി പ്രകാരം സമഗ്ര സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പ്രളയക്കെടുതികൾ രൂക്ഷമായ ഹിമാചൽ പ്രദേശിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കനത്ത മഴയും തുടർച്ചയായ മണ്ണിടിച്ചിലും കാരണം 4 ദേശീയപാതകളിലും 615ഓളം റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുളുവിലുണ്ടായ മേഘസ്ഫോടനത്തിൽ 5 പേർ മരിച്ചു. മഴക്കെടുതികളിൽ ഇതുവരെ 370 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 41 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ മണ്ണിടിച്ചിലിൽ കനത്ത നാശനഷ്ടം. വീടുകളും 2 സർക്കാർ സ്കൂളുകളും ഉൾപ്പെടെ 30-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് ബദൽ താമസ സൗകര്യം ഒരുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. യമുന നദിയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. നഷ്ടം സംഭവിച്ച എല്ലാ കർഷകർക്കും ദുരിതാശ്വാസ സഹായം നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കാൻ ഡൽഹി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സമൂഹമാധ്യമ വിലക്കിനെ തുടർന്ന് നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ശക്തം. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നൂറുകണക്കിന് പ്രക്ഷോഭകർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കടന്നു. നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. പ്രതിഷേധങ്ങൾക്കിടെ 19 പേർ മരിക്കാനിടയായതിൽ പ്രധാനമന്ത്രി ഉത്തരവാദിയാണെന്ന് ആരോപിച്ച് ബാൽക്കോട്ടിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലേക്ക് പ്രക്ഷോഭകർ തീയിട്ടു. അതിനിടെ പ്രക്ഷോഭത്തെ തുടർന്ന് എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ ഡൽഹിക്കും കാഠ്മണ്ഡുവിനും ഇടയിലുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാർ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് യാത്രാ വിവരങ്ങൾ സ്ഥിരീകരിക്കേണ്ടതാണെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. നേപ്പാളിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കണമെന്നും തെരുവുകളിൽ ഇറങ്ങരുതെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. പൌരന്മാർ നേപ്പാൾ ഭരണകൂടം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. സഹായം ആവശ്യമുള്ളവർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 977-980-281 977-981-032-6134 എന്നിവയിൽ ബന്ധപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40ഓളം മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിൽ കുടുങ്ങിയ 3000-ൽ പരം കൈലാസ് മാനസ സരോവർ തീർത്ഥാടകരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് ശ്രീ ജോർജ് കുര്യൻ വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. വെള്ളയമ്പലത്തു നിന്നും കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയെ വരവേൽക്കാനായി ആയിരങ്ങളാണ് നഗരവീഥിയിൽ കാത്തുനിന്നത്. മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. And I have just come here to receive your love, affection and the respect which you have been giving me. Today we are concluding the week-long festival which has given everything to us. The great culture of ours has shown us that we are celebrating with togetherness and with all homogeneity, with all to humility. ഉത്രട്ടാതി ജലമേളയിൽ പമ്പാ നദിയിലെ ജലരാജാക്കന്മാരായ മേലുകര, കോറ്റാത്തൂർ പള്ളിയോടങ്ങൾ മന്നം ട്രോഫി സ്വന്തമാക്കി. ആർ ശങ്കർ സുവർണ ട്രോഫി നെല്ലിക്കൽ പള്ളിയോടത്തിന് ലഭിച്ചു. ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കുറിയന്നൂരും ബി ബാച്ചിൽ വൻമഴിയും വിജയികളായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. 17ാമത് ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശ്രീ CP രാധാകൃഷ്ണൻ 452 വോട്ടുകളും INDIA സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡി 300 വോട്ടുകളും നേടി. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലം 8 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വാരാണസി, അയോധ്യ, തിരുപ്പതി എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന മൗറീഷ്യസ് പ്രധാനമന്ത്രി മുംബൈയിൽ ഒരു വ്യവസായ പരിപാടിയിലും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും തമ്മിൽ ഭിന്നതയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുതെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിനായി എല്ലാ ഇന്ത്യൻ ഉപഗ്രഹങ്ങളും 24 മണിക്കൂറും പ്രവർത്തിച്ചതായി ISRO ചെയർമാൻ V നാരായണൻ. ന്യൂഡൽഹിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ISRO ഇന്ത്യയുടെ സാങ്കേതിക മികവ് ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പ്രാദേശികവൽക്കരണവും സാങ്കേതിക കൈമാറ്റവും വർദ്ധിപ്പിക്കുന്നതായും ശ്രീ V നാരായണൻ പറഞ്ഞു. In the last talk, you would have heard General talking about this little bit, and Sindoor operation, our satellites, I cannot talk too much, but I want to tell all satellites were working 24/7 perfectly. It was working and enabling the requirement. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. ഇന്ത്യൻ സമയം വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടും. നാളെ രാത്രി 8-ന് UAEയോടാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 81,101-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,867-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. ഗ്രാമിന് വില 10,000 കടന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയും ഗ്രാമിന് 10,110 രൂപയുമാണ് ഇന്നത്തെ വില. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 കോടി IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തത്. വൈകിയുള്ള റിട്ടേണുകൾക്ക് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചു. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയബാധിത പഞ്ചാബിന് 1,600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1,500 കോടി രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമ വിലക്കിനെ തുടർന്ന് നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ശക്തം. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40ഓളം മലയാളികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് അബുദാബിയിൽ തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.